എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 8ാമത്തെ സർഗത്തിലെ 164, 165, 166 എന്നീ 3 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 3 ശ്ലോകങ്ങളിലും അനുഷ്ടുപ്രവൃത്തമാണുള്ളത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ശ്രീകൃഷ്ണൻ ചാണൂരനെ വധിച്ച കാര്യമാണ്. അടുത്തതായിട്ട് ബലരാമൻ എന്താ ചെയ്തത് എന്നുള്ളതും കംസൻ്റെ കഥകളൊക്കെയാണ് പറയണത്. നമുക്കാദ്യം 164ാമത്തെ ശ്ലോകം നോക്കാം. മുഷ്ടികം മുഷ്ടിവജ്രേണ ഹത്വാ ഹലധരക്ഷണാത് അന്യാനാപതതോ മല്ലാൻ പാതയാമാസ ഭൂതലേ. നമുക്ക് പദച്ഛേദം പറയാം. മുഷ്ടികം മുഷ്ടിവജ്രേണ ഹത്വാ ഹലധര ക്ഷണാത് അന്യാൻ ആപതത മല്ലാൻ പാതയാമാസ ഭൂതലേ. എന്താണ് ഇവിടെ സംഭവിച്ചത്? ശ്രീകൃഷ്ണൻ്റെ ആ ഉദ്യമം കണ്ടിട്ട് ബലരാമനും അതുപോലെ തന്നെ ചെയ്തു എന്ന് പറയാണ് കവി ചെയ്യണത്. ഹലധര, ഹലധരൻ ബലരാമൻ. ഹലം കലപ്പയാണ്, കലപ്പ ധരിക്കുന്നവൻ ബലരാമനാണ്. ആ ബലരാമനാകട്ടെ മുഷ്ടിവജ്രേണ ക്ഷണാത് മുഷ്ടികം ഹത്വ, മുഷ്ടിവജ്രം കൊണ്ട് തൻ്റെ മുഷ്ടിയാകുന്ന വജ്രം, വജ്രം എന്ന് പറഞ്ഞാൽ ഏറ്റവും കടുപ്പമുള്ള പദാർത്ഥമാണ്, അതിനെയാണ് വജ്രമെന്ന് പറയുന്നത്. പല അർത്ഥത്തിലും പറയാറുണ്ട്, ഏറ്റവും വിലപ്പെട്ട സാധനമാണെന്നുള്ള രീതിയിലൊക്കെ പറയും. പക്ഷേ ഇവിടെ വജ്രം എന്നുള്ള വാക്ക് പ്രയോഗിച്ചിരിക്കുന്നത് ഏറ്റവും കനമുള്ള, ഏറ്റവും കാഠിന്യമുള്ളതായിട്ടുള്ള വസ്തു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എന്തിനെ പറ്റിയിട്ടാണ് ഇവിടെ വർണ്ണിക്കുന്നത്? ഭഗവാന്റെ, ബലരാമൻ്റെ കൈകളെ പറ്റിയിട്ടാണ് വർണ്ണിക്കുന്നത്. അതാണ് മുഷ്ടി വജ്രം. മുഷ്ടി കയ്യാകുന്ന വജ്രം കൊണ്ട്, അവിടെ രൂപകാലങ്കാരാണ്. കയ്യ് മുഷ്ടി തന്നെയാണ് വജ്രം. അപ്പോൾ കയ്യ് ഉരുക്കുമുഷ്ടി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ഒന്നങ്ങോട്ട് കിട്ടിയാൽ അതോടുകൂടി മരിച്ചു പോവും. അത്രയ്ക്ക് ബലവാനാണ് ബലരാമൻ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ കൂട്ടത്തിൽ ബലരാമൻ എന്ന് തന്നെ ഇട്ടത്. മറ്റ് 2 രാമന്മാരുണ്ടായല്ലോ, പരശുരാമനും ശ്രീരാമനും. അവരുടെ കൂട്ടത്തിലില്ലാത്തൊരു വിശേഷണം ഈ ബലരാമൻ്റെ കൂട്ടത്തിൽ വന്നത് അതുകൊണ്ടാണ്. അല്ല, ബലഭദ്രൻ എന്ന് പറഞ്ഞാലും ബലദേവൻ എന്ന് പറയുമ്പോഴൊക്കെ ആ ബലപദം മാറണില്ല. അത്രയ്ക്ക് ശക്തിമാനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ വാക്ക് കൂട്ടത്തിൽ പേരന്നെയായിട്ട് വന്നു ഭവിച്ചത്. അപ്പോൾ ഭഗവാൻ ബലരാമൻ എന്താ ചെയ്തത്? ഹലധരൻ തൻ്റെ മുഷ്ടി വജ്രം കൊണ്ട്, ഉരുക്കുമുഷ്ടി കൊണ്ട്, ക്ഷണാത് നിമിഷ നേരം കൊണ്ട് തന്നെ, അല്പനേരമേ അവിടെയും എടുത്തുള്ളൂ, മുഷ്ടികം ഹത്വ മുഷ്ടികനെ വധിച്ചിട്ട്, ഒരു ഇടി കൊടുത്തപ്പോൾ അതോട് കൂടിയിട്ട് മുഷ്ടികൻ്റെ കഥ കഴിഞ്ഞു. അങ്ങനെ വധിച്ചു. അപ്പോൾ അതോട് കൂടിയിട്ട് മുഷ്ടികനും നിലത്ത് വീണു. അപ്പം അവർ മാത്രമല്ല, പിന്നെ അവിടെ കുറേ മല്ലന്മാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞുല്ലോ. ശ്രീകൃഷ്ണനും ബലരാമനും ചെന്നിട്ട് ഈ ചാണൂരനെയും മുഷ്ടികനെയും തിരഞ്ഞെടുക്കുക ചെയ്തത്. ബാക്കിയും അവിടെ കുറേ മല്ലന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കൂടിയിട്ട് ഈ ബാലകന്മാരെ ആക്രമിക്കാൻ വന്നു. അതിനുശേഷം, അതായത് മുഷ്ടികനെ ബലരാമൻ വധിച്ചതിന് ശേഷം പാതത അന്യാൻ മല്ലാൻ, അവിടേക്ക് ചാടി വീണവരായ ഈ ബാലകന്മാരെ വധിക്കാൻ വേണ്ടിയിട്ട് കംസൻ ഏർപ്പെടുത്തിയവരായിട്ട് കുറേ മല്ലന്മാരുണ്ട്. അവരൊക്കെ കൂടിയിട്ട് രംഗത്തേക്ക് ഓടിപ്പാഞ്ഞിങ്ങോട്ട് വന്നു. അവരെ മുഴുവനും എന്തു ചെയ്തു? പതത അന്യാൻ മല്ലാൻ ഭൂതലേ പാതയാമാസ, ഭൂതലത്തിൽ വീഴ്ത്തി എന്ന് പറഞ്ഞാൽ അവരെയൊക്കെ കൊന്നു. ഇതുപോലെ 2 ഇടിയും ഒരു അടിയും കാലുകൊണ്ടൊരു ചവിട്ടമൊക്കെ കൊടുത്തപ്പോഴേക്കും ചാണൂരനും മല്ലനും എങ്ങനെയാണോ, ചാണൂരനും മുഷ്ടികനും എങ്ങനെയാണോ മരിച്ചു പോയത്, അതേപോലെ തന്നെ ബാക്കി എല്ലാ മല്ലന്മാരും പ്രാണൻ പോയിക്കൊണ്ട് നിലത്ത് വീഴുകയും ചെയ്തു. അതാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അപ്പോൾ ഇനി ഇവരെ ആക്രമിക്കാനായിട്ട്, ഈ ബാലകന്മാരെ ആക്രമിക്കാനായിട്ട് നിർത്തിയിരുന്ന ഒരു മല്ലനും ബാക്കിയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തി. ഇനി ആ രംഗശാലയിലും അതുപോലെ കൊട്ടാരത്തിലൊക്കെ എന്താണ് ഉണ്ടായത് എന്നുള്ളതാണ് ഇന്നത്തെ ബാക്കി 2 ശ്ലോകങ്ങളിൽ വരുന്നത്. നമുക്ക് 165ാമത്തെ ശ്ലോകം നോക്കാം. തേഷു യുദ്ധശ്രമേണേവ ശയാനേഷു മഹീതലേ സിംഹനാദം വിമുഞ്ചന്തോ നനൃതുർഗോപസൂനവ. നമുക്ക് പദച്ഛേദം പറയാം. തേഷു യുദ്ധശ്രമേണ ഇവ ശയാനേഷു മഹീതലേ സിംഹനാദം വിമുഞ്ചന്ത നനൃതു ഗോപസൂനവ. സംസ്കൃത ശ്ലോകത്തിൽ ഗോപ എന്നുള്ള പദത്തിന് ഗേപ എന്നാണ് ഒരു അക്ഷരത്തെറ്റ് വന്നിട്ടുണ്ട്. ഗോപസൂനവ എന്നാണ് വാക്ക്. ഗോപബാലകന്മാർ, സൂനു എന്ന് പറഞ്ഞാൽ മകൻ എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ ഗോപബാലകന്മാർ എന്നുള്ള ഗോപന്മാരുടെ മക്കൾ. അവിടെ ശ്രീകൃഷ്ണൻ്റെ കൂടെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്ന കുട്ടികളൊക്കെ തന്നെ.
അവരുടെ കാര്യമാണ് പറയണത്. നമുക്ക് അന്വയത്തിൽ കൂടെ പോവാം. യുദ്ധശ്രമേണ ഇവ മഹീതലേ തേഷു ശയാനേഷു. തേഷു ശയാനേഷു. തേഷു എന്ന് പറഞ്ഞാൽ ആ മല്ലന്മാർ, അപ്പോൾ ശ്രീകൃഷ്ണനും ബലരാമനും ഒക്കെ വധിച്ചവരായ മല്ലന്മാർ, അതാണ് തേഷു എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. സതിസപ്തമിയാണ്. തേഷു ശയാനേഷു സത്സു. തേഷു അവർ നിലത്തിങ്ങനെ കിടക്കുകയാണ്, ആ രംഗസ്ഥലത്ത് ഇങ്ങനെ കിടക്കുകയാണല്ലോ. അത് കണ്ടാൽ കവി പറയാണ്, ഇങ്ങനെ തോന്നി എന്നൊരു ഉത്പ്രേക്ഷാലങ്കാരത്തിൽ പറയാണ്, യുദ്ധശ്രമേണ ഇവ. യുദ്ധശ്രമം കൊണ്ട്, അതായത് കുറേ നേരം യുദ്ധം ചെയ്തപ്പോൾ ക്ഷീണമായിട്ട് കിടക്കുകയാണോ, കിടന്ന് വിശ്രമിക്കുകയാണോ, കുറച്ച് ക്ഷീണം തീർക്കാൻ വേണ്ടി കിടക്കുകയാണ് എന്നതുപോലെ കിടക്കുന്നവരായ, അതാണ് മഹീതലെ, ഭൂമിയിൽ, തേഷു ശയാനേഷു, അവർ കിടക്കുമ്പോൾ. ആ മല്ലന്മാർ മുഴുവനും കിടപ്പായപ്പോൾ, കിടക്കുകയല്ല മരിച്ചു തന്നെയാണ് കിടക്കണത്, പക്ഷെ കിടക്കണ കണ്ടാൽ ഉറങ്ങി കിടക്കണത് പോലെ, വിശ്രമിക്കാൻ വേണ്ടി കിടക്കണത് പോലെയൊക്കെ തോന്നും. അത്ര പെട്ടെന്നായിരുന്നു എല്ലാവരുടെയും മരണം. അധിക നേരമൊന്നും യുദ്ധം ചെയ്യേണ്ടതായിട്ട് വന്നില്ല. അങ്ങനെ അവർ കിടക്കുമ്പോൾ ഗോപന്മാർക്ക് എല്ലാവർക്കും മനസ്സിലായി ഇവരൊക്കെ മരിച്ചു കഴിഞ്ഞു എന്ന്. അപ്പോൾ അവരെല്ലാവരും കൂടി എന്തു ചെയ്തു? ഗോപസൂനവ സിംഹനാദം വിമുഞ്ചന്ത നൃതു. എല്ലാ ഗോപബാലകന്മാരും സിംഹനാദം പൊഴിച്ചുകൊണ്ട്, സിംഹനാദം എന്നുള്ളത് നേരത്തെ വന്ന വാക്കാണ്, ഉറക്കെ ഉറക്കെ ബഹളം ഉണ്ടാക്കുക, അതിനെയാണ് സിംഹനാദം എന്നുള്ള ആ ഒരു പദം ഉദ്ദേശിക്കുന്നത്. അതായത് അവരുടെ പക്ഷം ജയിച്ചുല്ലോ, ശ്രീകൃഷ്ണനെയും ബലരാമനെയും ആക്രമിക്കാൻ വേണ്ടി എന്തൊക്കെ അവിടെ നിർത്തി, ആരെയൊക്കെ പറഞ്ഞയച്ചു, ആനയായിട്ടും മല്ലന്മാരായിട്ടും ഒക്കെ എന്തെല്ലാം ആക്രമണങ്ങളാണ് കംസൻ നടത്തിയത്. അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് അവരെയൊക്കെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഈ രണ്ട് വെറും ആ അമ്പാടിയിൽ താമസിച്ചിരുന്ന, വ്രജത്തിൽ താമസിച്ചിരുന്ന ബാലകന്മാരെ, പ്രത്യേകിച്ച് ഒരു ചിട്ടയോ വ്യായാമമോ അല്ലെങ്കിൽ ഒരു അഭ്യാസമുറയോ ഒന്നും കിട്ടാത്തവരായിട്ടുള്ള ബാലകന്മാർ ഇവരെയൊക്കെ വധിച്ചു എന്നുള്ളത് ഗോപബാലകന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ക്രെഡിറ്റാണ്. അതുകൊണ്ട് അവരെ ഉറക്കെ ഉറക്കെ നാദം പുറപ്പെടുവിക്കാൻ തുടങ്ങി, ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. അതാണ് നൃതു. ഒച്ച ഉണ്ടാക്കുക മാത്രമല്ല, നൃത്തം ചെയ്യും കൂടിയും ചെയ്തു. അവർക്കെല്ലാവർക്കും അതീവ സന്തോഷമായി. അവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് നൃത്തം ചെയ്യാനും ആരംഭിച്ചു. നൃതു സിംഹനാദം വിമുഞ്ചന്ത നൃതു. സന്തോഷം വന്നാൽ ചാടിത്തുള്ളി ഉറക്കെ ഒച്ചയൊക്കെ ഇടൂലോ, അതാണ് ഗോപബാലകന്മാർ ചെയ്തത്. അത് കണ്ടതോടു കൂടിയിട്ട് കംസന് വല്ലാതെ അങ്ങോട്ട് ദേഷ്യം വന്നു. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. 166-ാമത്തെ ശ്ലോകം. ആത്മീയ നിധനം ദൃഷ്ട്വാ ചദ്വിഷദുന്നതിം പ്രാഹ കഞ്ചുകിനം കംസോ ഗോപാൻ പ്രഹരതേ ദിശ. നമുക്ക് ആദ്യം പദച്ഛേദം പറയാം. ആത്മീയ നിധനം ദൃഷ്ട്വാ ച ദ്വിഷദുന്നതിം പ്രാഹ കഞ്ചുകിനം കംസ ഗോപാൻ പ്രഹരത ഇതി സ. വളരെ കുറച്ച് പദച്ഛേദമേ ഉള്ളൂ. വളരെ ലളിതമായിട്ടുള്ളൊരു ശ്ലോകമാണ്. വായിക്കുമ്പോൾ തന്നെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റും. സ കംസ, ആ കംസനാകട്ടെ, ആത്മീയ നിധനം ദൃഷ്ട്വാ, ആത്മീയ നിധനം, ആത്മീയന്മാരെന്ന് പറഞ്ഞാൽ അവരവരുടെ ആൾക്കാർ. ആത്മന ഇമേ, അതാണ് ആത്മീയ, തൻ്റെ ആൾക്കാർ മുഴുവനും തന്നെ. അവിടെ നോക്കി നിൽക്കുമ്പോൾ കണ്ട കാഴ്ചകൾ മുഴുവനും കംസന് എതിരായിട്ടുള്ളതാണ്. കംസൻ കൊണ്ട് നിർത്തിയ ആനക്കാരെ അവരെയൊക്കെ ഇല്ലാതെയാക്കി. അതുപോലെ ധനുർയാഗം നടത്തിയിരുന്ന ആൾക്കാരെ മുഴുവനും തച്ചോടിച്ചു. ഇനിയിപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ മല്ലന്മാരെ മുഴുവനും ഇല്ലാതെയൊക്കെയാണ്. അങ്ങനെ അവരവരുടെ ആൾക്കാർ നശിച്ചുകൊണ്ടേയിരിക്കുകയാണ്, പക്ഷം ക്ഷയിക്കുകയാണ്. അത് കണ്ടിട്ട് വല്ലാതെ അങ്ങോട്ട് ദേഷ്യം വന്നു കംസന്. അതാണ് ആത്മീയ നിധനം. നിധനം എന്ന് വെച്ചാൽ വധം എന്നർത്ഥം. അവരവരുടെ ആൾക്കാർ മരിച്ചു പോണത് കണ്ടിട്ട് ദൃഷ്ടുവ ദ്വിഷദുന്നതിം ച ദൃഷ്ടുവ, മാത്രമല്ല അവരവരുടെ ആൾക്കാർ കുറയുമ്പോൾ, കംസൻ്റെ ആൾക്കാർ കുറയുമ്പോൾ ശ്രീകൃഷ്ണൻ്റെ പക്ഷം ജയിക്കുകയാണ് ചെയ്യണത്. അത് കണ്ടിട്ടും, അതും കൂടി കണ്ടിട്ട്, അതാണ് ദ്വിഷദുന്നതിം, തൻ്റെ ശത്രുവിൻ്റെ, ദ്വിഷത് ശത്രുവിൻ്റെ ഉന്നമനം കണ്ടിട്ടും ദൃഷ്ടുവ ഗോപാൻ പ്രഹരത ഇതി, അതുകൂടി കണ്ടപ്പോൾ പിന്നെ കംസന് നിയന്ത്രിക്കാൻ പറ്റിയില്ല. കംസൻ എന്താ ചെയ്തത്? കഞ്ചുകിയെ ഇങ്ങോട്ട് വിളിച്ചു. അവിടുത്തെ വലിയ കാവൽക്കാരന്മാരിൽ അല്ലെങ്കിൽ സേനാധിപതികളിൽ ഏറ്റവും മുന്തിയ ആളാണ്, ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്ന ആളാണ് കഞ്ചുകി. കഞ്ചുകം എന്ന് പറഞ്ഞാൽ കോട്ടാണ്, ഒരു പ്രത്യേക വസ്ത്രം. അത് രാജചിഹ്നമുള്ളതായിട്ടുള്ള വസ്ത്രമാണ്. അതുകൊണ്ടാണ് അതിനെ കഞ്ചുകം എന്ന് പറയുന്നത്. അത് ധരിച്ചവൻ കഞ്ചുകി, കാഞ്ചുകീയൻ എന്നൊക്കെ നാടകത്തിലെ കഥാപാത്രങ്ങൾ വരാറുണ്ട്. അതായത് കുറച്ച് പ്രായം ചെന്ന ഒരാളായിരിക്കും. അന്തപുരത്തിൻ്റെയും അല്ലെങ്കിൽ കൊട്ടാരത്തിൻ്റെയും ഒക്കെ മുഴുവനും
സംരക്ഷണം ഉറപ്പുവരുത്തുന്ന ഒരു പ്രധാനിയായിട്ടുള്ള വ്യക്തി. കുറേ കാലമായിട്ട് കൊട്ടാരവുമായിട്ട് ചേർന്ന് പോകുന്ന, രാജാവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരാളായിരിക്കണം. അങ്ങനെയുള്ള ആൾക്കാരെ മാത്രമേ വയ്ക്കുള്ളൂ. അതായത് ആ ഒരു പദവിയിലിരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എടുത്തു ചാടിയൊന്നും ചെയ്യാൻ പാടില്ല, ആരെയും ആക്രമിക്കാൻ പാടില്ല, എന്നാൽ വേണ്ടതൊക്കെ ചെയ്യും വേണം. ഇവിടെ ആ നിയന്ത്രണം മുഴുവനും പോയവനായിട്ടുള്ള കംസൻ എന്താ ചെയ്തത്? തൻ്റെ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ഭടനെ വിളിച്ചിട്ട്, കഞ്ചുകിയെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഗോപാൻ പ്രഹരത ഇതി പ്രാഹ. എന്താ പറഞ്ഞത്? ഗോപന്മാരെയൊക്കെ തല്ലി ഓടിക്കാൻ പറഞ്ഞു. അതാണ് പ്രഹരത. എല്ലാത്തിനെയും കണ്ട വഴിക്ക് വെച്ച് തല്ലിക്കോളാൻ പറഞ്ഞു. ഒരാളെയും ബാക്കി വെക്കേണ്ട. ശ്രീകൃഷ്ണനായാലും വേണ്ടില്ല, ബലരാമനായാലും വേണ്ടില്ല, അവരൊക്കെ ഗോപബാലകന്മാർ തന്നെയാണല്ലോ. അവരെ മാത്രമല്ല, വന്നിരിക്കുന്ന, അതായത് ഈ യാഗം കാണാൻ വേണ്ടിയിട്ടും രാജാവിനെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ആരൊക്കെ വന്നിട്ടുണ്ടോ, ഈ വ്രജത്തിൽ നിന്ന് വന്നിട്ടുള്ളവരായ സകല ഗോപന്മാരെയും അടിച്ചു ഓടിക്കാൻ, ഇനി ഒരു ഒറ്റ ആളെ ഇവിടെ കാണാൻ പാടില്ല, എല്ലാവരെയും അടിച്ചു ഓടിക്കാനുള്ള ഒരു നടപടിയെടുക്കാൻ കഞ്ചുകിയോട് ഏർപ്പാടാക്കി ആജ്ഞ പുറപ്പെടുവിച്ചു എന്നർത്ഥം. അതാണ് കംസൻ ആദ്യമായിട്ട് ദേഷ്യം വന്നിട്ട് ഇവരോട് എതിർത്ത് ചെയ്തതായിട്ടുള്ള പ്രവൃത്തി. അതായത് ഓരോന്നൊക്കെ തയ്യാറാക്കി തലേ ദിവസം തന്നെ വെച്ചതാണ്. ആ പദ്ധതികളൊക്കെ പാളിപ്പോയി. ഇനി കംസൻ നേരിട്ട് ഇവരെ തന്നെ അടിച്ചോടിക്കാമെന്ന് വിചാരിച്ച് എല്ലാ ഭടന്മാരെയും അതിനായിട്ട് പുറപ്പെടുവിച്ചു എന്നർത്ഥം. നമുക്ക് 3 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. മുഷ്ടികം മുഷ്ടിവജ്രേണ ഹത്വാ ജലധരക്ഷണാത് അന്യാനാപതതോ മല്ലാൻ പാതയാമാസ ഭൂതലേ തേഷു യുദ്ധശ്രമേണേവ ശയാനേഷു മഹീതലേ സിംഹനാദം വിമുഞ്ചന്തോ നനൃദുർഗോപസൂനവ ആത്മീയനിധനം ദൃഷ്ട്വാ ച ദ്വിഷദുന്നതിം പ്രാഹ കഞ്ചുകിനം കംസോ ഗോപാൻ പ്രഹരതേതി സ. ഇനി എന്തൊക്കെയാണ് കംസൻ്റെ അടുത്ത നടപടികൾ എന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. ഈ 3 ശ്ലോകങ്ങളും സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.